നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഗോബി മഞ്ചൂരിയാണ്. ചൈനീസ് ഡിഷാണ്. നമ്മളെപ്പോഴും നാടൻ ഫുഡുകളാണ് പരിചയപ്പെടുത്തൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി എന്നുള്ള നിലയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് നോൺ വെജ് ഒക്കെ കഴിച്ചിട്ട് മടുത്തിരിക്കുന്ന സമയത്ത് എന്നാൽ നോൺ വെജ് ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമുള്ളവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വെജിറ്റബിൾ ആണിത്. വളരെ ടേസ്റ്റുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു ചൈനീസ് ഡിഷാണ്. വളരെ സിമ്പിളായിട്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിന് വേണ്ടത്. ഞാനൊരു സവോള എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം, ഒരു അരഞ്ച് നീളമുള്ളത് അത് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഹാഫ് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവർ ഞാനൊരു ഹാഫാണ് എടുത്തിട്ടുള്ളത്. അത് കത്തി കൊണ്ട് കട്ട് ചെയ്യല്ല, ചെറുതായിട്ട് ഇങ്ങനെ അല്ലികൾ അടർത്തി എടുക്കുക. എന്നിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഉപയോഗിച്ച് കഴുകിയെടുക്കുക. അല്ലെങ്കിൽ ഈ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മരുന്ന് കടിച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആയി കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് കഴുകി. നമുക്ക് പിന്നെ ഒരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് നമുക്ക് ആദ്യം മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുക. രണ്ടും ഒപ്പത്തിനൊപ്പമാണ് എടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ, ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുക അതിനകത്തേക്ക്. അതിനുശേഷം നമുക്ക് 1/2 കപ്പ് വെള്ളം മതി. നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് പൊടിക്കനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയിട്ടെടുക്കാം. അത് 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ബാറ്റർ നമുക്ക് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇതിനകത്ത് പിടിപ്പിച്ചെടുക്കണം. ശരിക്കും നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിടിപ്പിച്ചെടുക്കണം. ചിലപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ബാറ്റർ ചിലപ്പോൾ ലൂസായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. എന്തായാലും നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ മാക്സിമം നിങ്ങൾ കൈകൊണ്ട് തന്നെ ആക്കട്ടോ. എനിക്ക് തോന്നുന്നത് കുറച്ച് ഇത് ലൂസായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോറും മൈദയും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടൈറ്റ് ആയിട്ട് എന്തായാലും നല്ല ടൈറ്റിൽ ഇത് പിടിക്കണം. അതുമ്പോൾ എന്നാലാണ് നമുക്കിത് പൊരിച്ചെടുക്കുമ്പോൾ ശരിക്കും അതിൻ്റെ മുകളിൽ ആ കോട്ടിങ് കിട്ടുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം കുറച്ച് നേരം. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ എടുക്കാം. ഫ്രൈ പാന് ഞാൻ ചൂടാക്കാനായിട്ട് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ നേരത്തെ മുക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അത് ഇതുപോലെ വിട്ടിട്ട് വെക്കണം. അതല്ലെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചു പോകും. ഇത് നമ്മുടെ ഈ ബാറ്റർ മൈദയും അതുപോലെ തന്നെ കോൺഫ്ലവറും കൂടിയിട്ടുള്ള ബാറ്റർ മിക്സ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിച്ചു. അതുകൊണ്ട് കുറച്ച് അകത്തി ഇടുക. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ആക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒരു സൈഡ് ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇടയ്ക്കെടുക്കുന്ന മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, ഫ്രൈ ആയ പോലെ ആയിട്ടുണ്ട്. ഇതേപോലെ ഒരു ഗോൾഡൻ കളർ ആയാൽ മതി. അത് കഴിഞ്ഞ് മറിച്ചിടുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്കൊരു കടായി വെക്കാം. കടായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 പച്ചമുളകാണ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള സവോള, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവോള നമ്മളതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊന്നും ഇട്ട് കഴിഞ്ഞാൽ അധികം വഴറ്റേണ്ട കാര്യമില്ല. ചൈനീസ് ഫുഡൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ്. പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സ്പ്രിംഗ് ഒനിയനാണ്. സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്ത് കുറച്ച് ഇതിനകത്ത് ചേർത്തിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതൊന്നും അധികം ഒരുപാട് ഇട്ടിട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ അധികം വേവേണ്ട തീരെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് 2-3 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ സാധനം റെഡിയാക്കാണ്ട് ഞാനൊരു കോൺഫ്ലോർ 2 ടീസ്പൂൺ കോൺഫ്ലോർ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതിപ്പോൾ തന്നെ കലക്കി മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം എല്ലായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂണ് 4 ടീസ്പൂണ് ചേർക്കുക, കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് കുറച്ച് ഹോട്ട് സോസ് ചേർക്കണം. ഹോട്ട് സോസ് ഒരു 2 ടീസ്പൂണ് ഹോട്ട് സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് സോയ സോസ് ആണ്. സോയ സോസ് 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുക.
ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയാണ് നമ്മൾ നേരത്തെ കോൺഫ്ലോർ വെള്ളത്തിൽ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് കുറച്ച്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും, ഞാൻ കുറച്ചാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക വെള്ളം. നമ്മൾ കുറച്ച് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കറി അതിൻ്റെ ഗ്രേവി ഒന്ന് ടൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുരുമുളക് എപ്പോഴും വളരെ നൈസായിട്ടുള്ള പൊടിയും അല്ലാതെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള കുരുമുളക് കുറച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഒന്ന്. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ആണോ, അധികം ഉടയാത്ത രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഓൾറെഡി നേരത്തെ ഫ്രൈ ആയതാണ്. ഇനി അധികം നേരം ഒന്നും വെക്കേണ്ട കാര്യമില്ല. അത് ഓൾറെഡി മസാല എല്ലാം റെഡി ആയതാണ്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഇനി കുറച്ച് സ്പ്രിംഗ് ഒനിയൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ മാറ്റി വെച്ചിട്ടുള്ളത്. ഇതേപോലെയാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസ് ആക്കിയിട്ട് വേണമെങ്കിൽ ലൂസ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ ഒരു മാക്സിമം ടൈറ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് സ്പ്രിംഗ് ഒനിയൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുക. സംഭവം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, കണ്ടാൽ തന്നെ കൊതിയാവും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ടുള്ള നോൺ വെജും വെജും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.